നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ബുക്ക് റിവ്യൂ ആണ്. വെറും ഒരു ബുക്ക് റിവ്യൂ അല്ല. ഞാൻ ഈ വർഷം വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ്. ഇത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ദ കമ്മിങ് വേവ് എന്നുള്ള പുസ്തകമാണ് മുസ്തഫ സുലൈമാനി എഴുതിയത്. ദ കമ്മിങ് വേവ്. വേവ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചരിത്രത്തിലുണ്ടായിട്ടുള്ള ചില വേവുകളെക്കുറിച്ച് മെൻഷൻ ചെയ്യുകയും ചിലർ മേജർ വേവുകളെക്കുറിച്ച് മെൻഷൻ ചെയ്യുകയും അതിനുശേഷം ദ കമ്മിങ് വേവ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയും അതിൻ്റെ വേരിയസ് ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. ഈ മുസ്തഫ സുലൈമാനി എന്ന് പറയുന്ന ആൾ കോ ഫൗണ്ടർ ഓഫ് ഡീപ്പിംഗ് ആൻഡ് ഇൻഫ്ലക്ഷൻ AI ആണ്. AI റിലേറ്റഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് അറിയാം എന്നുള്ളത് പറയേണ്ടതില്ല. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ബുക്ക് വായിച്ച ചിലർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. യുവാൽ നോവ ഹരാരി ഉൾപ്പെടെയുള്ള ഒരുപാട് വിദഗ്ധരും ഒരുപാട് ഫേമസ് ആയ ആൾക്കാരും വളരെ നല്ല ഒപ്പീനിയനാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ഞാൻ ഡെഫിനറ്റ്ലി ഒരു മസ്റ്റ് റീഡ് ആയിട്ടാണ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാം. ഒരു ചെറിയ വീഡിയോയിലൊന്നും പറഞ്ഞു തീർക്കാവുന്നതല്ല ഇതിൻ്റെ കണ്ടന്റ്. അതുകൊണ്ട് വളരെ വളരെ ബ്രീഫായിട്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ആൻ ഓവർവ്യൂ, ദാറ്റ്സ് ഓൾ. ഇതിൽ 14 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 4 പാർട്സും 14 ചാപ്റ്റേഴ്സും ആയിട്ടാണ് 286 പേജുകളുള്ള ഈ പുസ്തകമുള്ളത്. ഇംഗ്ലീഷ് ബുക്കാണ് ഒബ്വിയസ്ലി. ഇതിൽ ആദ്യം പ്രൊലോഗിൽ 2 പേജുകളിലായിട്ട് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ AI കുറിച്ച്. രസകരം അതല്ല, ആ 2 പേജിൻ്റെ അവസാനം പറയുന്നുണ്ട് ദ എബോവ് വാസ് റിട്ടൺ ബൈ എൻ AI, ദ റെസ്റ്റ് ഈസ് നോട്ട്, ഓൾദോ ഇറ്റ് സൂൺ കുഡ് ബി, ദിസ് ഈസ് വാട്ട്സ് കമ്മിങ്. അതായത് ആ 2 പേജുകൾ എഴുതിയത് AI ആണ്. ബാക്കി ഞാൻ മനുഷ്യൻ തന്നെയാണ് എഴുതിയത്. പക്ഷെ വൈകാതെ ഇതിനൊരു മാറ്റം വന്നേക്കാം. ദിസ് ഈസ് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ കമ്മിങ് വേവ്. നല്ല മനോഹരമായ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇതിലേക്ക് തരുന്നത്. പിന്നെ ആദ്യത്തെ ചാപ്റ്ററിൽ കണ്ടെയ്ൻമെന്റ് ഈസ് നോട്ട് പോസിബിൾ എന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്റർ. കണ്ടെയ്ൻമെന്റ് എന്താണ് എന്നാണ് ഇതിൽ പറയുന്നത്. പേജ് നമ്പർ 37 കണ്ടെയ്ൻമെന്റ് എന്താണെന്ന് പറയുന്നുണ്ട്. Think of containment then as a set of interlinked and mutually reinforcing technical, cultural, legal, and political mechanisms for maintaining societal control of technology during a time of exponential change. ഈ ഒരു വാക്ക് പുസ്തകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കണ്ടെയ്ൻമെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വേവിനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാനാകില്ല. ഈ കമ്മിങ് വേവിനെ കണ്ടെയ്ൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഇതിനെ കണ്ടെയ്ൻ ചെയ്തേ പറ്റൂ. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ടു ദ സർവൈവൽ ഓഫ് ഹ്യൂമാനിറ്റി ആസ് വി ആർ സീയിങ് ഇറ്റ് ടുഡേ. നമ്മുടെ മുഴുവൻ ലോകത്തെയും ബാധിക്കുന്ന വലിയൊരു ഇഷ്യൂ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടെയ്ൻമെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നുള്ളതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അതിനുശേഷമാണ് ഇതിൽ പാർട്ട് 1 ഹോമോ ടെക്നോളജിക്കസ് എന്ന് പറയും. ടെക്നോളജി യൂസ് ചെയ്യുന്ന, ടെക്നോളജിയുടെ സ്വാധീനം വളരെയധികമുള്ള ഇന്നത്തെയും ഭാവിയിലെയും മനുഷ്യകുലത്തെയാണ് ഹോമോ ടെക്നോളജിക്കസ് എന്ന ടേമിലൂടെ ഉപയോഗിക്കുന്നത്. ഇതിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ടേംസ് പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടെക്നോ ഉട്ടോപ്പിയ, ടെക്നോ ഡിസ്റ്റോപ്പിയ തുടങ്ങിയ കുറേ ടേംസ്. അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വായിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വളരെ ഇഷ്ടപ്പെടും. ഞാൻ വളരെ സമയമെടുത്ത് വായിച്ച് ചിന്തിച്ച് ആസ്വദിച്ച് അങ്ങനെ വായിച്ചൊരു പുസ്തകമാണിത്. വായിക്കാൻ 1 മാസത്തോളം സമയമെടുത്തു. ഞാൻ പതിയെയാണ് ഇത് വായിച്ചത്. ഒരു ഈസി റീഡാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഡെഫിനറ്റ്ലി മസ്റ്റ് റീഡ് ഫോർ എനി സീരിയസ് റീഡർ. ഓക്കെ, ഇനി ഈ ഹോമോ ടെക്നോളജിക്കസ് എന്നുള്ള ഫസ്റ്റ് പാർട്ടിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റർ 2 എൻഡ്ലെസ് പ്രൊലിഫറേഷൻ എന്നുള്ളതാണ്. ഈ ന്യൂ വേവിൻ്റെ 2 കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സിന്തറ്റിക് ബയോളജിയാണ്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ വേവിൻ്റെ മുമ്പിൽ തന്നെ കൊന്തമനയായിട്ട് തന്നെ നിൽക്കുന്നത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ആൻഡ് സിന്തറ്റിക് ബയോളജി. അപ്പോൾ ഇതിൻ്റെ എൻഡ്ലെസ് പ്രൊലിഫറേഷൻ ഈസ് ദ നോം എന്നുള്ളതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ റീസൺസ് തുടങ്ങിയവയെക്കുറിച്ച് ചെറുതായിട്ട് പറയുന്നുണ്ട്. വി കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്, വി മസ്റ്റ് ട്രൈ ടു സ്കൾപ്റ്റ് ഇറ്റ്, റെഗുലേറ്റ് ഇറ്റ്, കണ്ടെയ്ൻ ഇറ്റ് എന്നുള്ളതാണ് ഈ ബുക്കിൽ ത്രൂ ഔട്ട് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇതിന് ഒരു നല്ല കാര്യം എനിക്ക് പുസ്തകത്തിൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ടെക്നോളജി അടച്ചാക്ഷേപിക്കുകയോ ടെക്നോളജി ഉപയോഗിക്കരുതെന്ന് പറയുകയോ ഉപയോഗിക്കാതിരിക്കാൻ കഴിയുമെന്ന് പറയുകയോ ചെയ്യുന്നില്ല. ഇത് രണ്ടുമില്ല. ഉപയോഗിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, അതിന് കഴിയുകയുമില്ല. നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ നല്ല ഫീച്ചേഴ്സ് മാക്സിമൈസ് ചെയ്യുകയും നെഗറ്റീവ് ഇഫക്ട്സ് കുറയ്ക്കുകയും അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് കഴിയുന്നത്ര ഒബ്ജക്റ്റീവായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് വേഗ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 2 എൻഡ്ലെസ് പ്രൊലിഫറേഷൻ. ചാപ്റ്റർ 3 കണ്ടെയ്ൻമെൻറ്റ് പ്രോബ്ലം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത്. ഇതിൽ കമ്മിങ് വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നു അൺസ്റ്റോപ്പബിൾ, അൺകൺട്രോളബിൾ, അൺകണ്ടെയ്നബിൾ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ചീപ്പർ, മോർ ആക്സസിബിൾ, വൈഡ്ലി ഡിഫ്യൂസ്ഡ്, മോർ പെർവേസീവ് തുടങ്ങിയ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കണ്ടെയ്ൻ ചെയ്യാൻ ബുദ്ധിമുട്ടാകുക എന്നുള്ളത്. മാസ് ഡിഫ്യൂഷൻ ഇൻ ഗ്രേറ്റ് റോയിലിംഗ് വേവ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. ഈച്ച് വേവ് ലേസ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ സക്സസീവ് വേവ്സ്, പൾസേറ്റിംഗ്, എമർജൻറ്റ്, സക്സസീവ്, കോമ്പൗണ്ടിങ്, ക്രോസ് പോളിനേറ്റിംഗ് പ്രൊലിഫറേഷൻ ഇസ് ദ ഡിഫോൾട്ട് എന്നുള്ളതാണ് എൻഡ്ലെസ് പ്രൊലിഫറേഷനിൽ പറയുന്നത്. ആൻഡ് വേവ്സ് വിൽ ഗ്യാദർ സ്പീഡ്, സ്കോപ്പ്, ആക്സസിബിലിറ്റി ആൻഡ് ദ കോൺസിക്വൻസസ് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഒരു എൻഡ്ലെസ് പ്രൊലിഫറേഷൻ എന്ന ചാപ്റ്ററിൽ.
കണ്ടെയ്ൻമെൻറ്റ് പ്രോബ്ലത്തിൽ കണ്ടെയ്ൻമെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പാർട്ട് 2 എന്നുള്ളത് നെക്സ്റ്റ് വേവ്, ദ നെക്സ്റ്റ് വേവ് എന്നുള്ളതാണ്. പാർട്ട് 2ലാണ് ചാപ്റ്റേഴ്സ് 4, 5, 6, 7 ആൻഡ് 8 വരുന്നത്. ഇതിൽ ചാപ്റ്റർ 4ൽ ദ ടെക്നോളജി ഓഫ് ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. AI കുറിച്ച്, AIയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് അനുഭവങ്ങൾ സഹിതം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സെൽഫ് ലേണിംഗ്, ഓട്ടോണമി തുടങ്ങിയ AIയുടെ വളരെ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഡേഞ്ചറസ് ആയ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൽഫാഗോ എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് എക്സാമ്പിൾ വെച്ചത് പറയുന്നുണ്ട്. പിന്നെ കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ലോ ഓഫ് ആക്സിലറേറ്റിംഗ് റിട്ടേൺസ് എന്ന് നല്ലൊരു ചാപ്റ്റർ ഉണ്ട്. ദ AI സ്പ്രിംഗ്, ഡീപ്പ് ലേണിംഗ് കംസ് ഓഫ് ഏജ്, ഡീപ്പ് ലേണിംഗ് എന്നുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മെക്കാനിസംസിനെ കുറിച്ച് പറയുന്നുണ്ട്. AI ഈസ് ഈറ്റിംഗ് ദ വേൾഡ് എന്നുള്ള ചാപ്റ്ററിൽ AI എങ്ങനെ ഇപ്പോഴത്തെ ലോകത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ലാർജ് ലാംഗ്വേജ് മോഡൽസ്, LLMനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രെയിൻ സ്കെയിൽ മോഡൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സൂപ്പർ ഇൻ്റലിജൻസ്, ബിയോണ്ട് ഇൻ്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഉള്ളത്. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ ദ ടെക്നോളജി ഓഫ് ലൈഫ് എന്നുള്ളതിൽ പറയുന്നുണ്ട്. ടെക്നോളജി ഓഫ് ലൈഫ് എന്നുള്ളത് സിന്തറ്റിക് ബയോളജിയെക്കുറിച്ചും ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഡിഫറെൻറ്റ് സ്പീഷീസ്, ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഹ്യൂമൻസ് അവരെങ്ങനെ വന്നേക്കാം, അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് ജീൻ എഡിറ്റിംഗ് നമ്മളെ എവിടെ എത്തിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ 6ാമത്തെ ചാപ്റ്ററാണ് ദ വൈഡർ വേവ് എന്നുള്ളത്. അതിൽ AIയും സിന്തറ്റിക് ബയോളജി മാത്രമല്ല, റോബോട്ടിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് വൈഡർ വേവിൻ്റെ ഭാഗമാകുന്നത് എന്ന് പറയുന്നുണ്ട്. Q-Day എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. നെക്സ്റ്റ് എനർജി ട്രാൻസിഷൻ എന്നുള്ള ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനുശേഷം 7ാം ചാപ്റ്ററിൽ 4 ഫീച്ചേഴ്സ് ഓഫ് ദ കമ്മിങ് വേവ്. നമുക്ക് മുമ്പുള്ള വേവ്സിൽ ഒന്നിനെ നമുക്ക് പൂർണ്ണമായി കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ഈ കമ്മിങ് വേവിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത്. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് 4 ഇൻട്രിൻസിക് ഫീച്ചേഴ്സ്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ അസിമെട്രി, കൊളോസൽ ട്രാൻസ്ഫർ ഓഫ് പവർ. അസിമെട്രിക് ആണ്. അത് ഒരു ഹ്യൂമൻ സൈന്യത്തെ പോലെ മാച്ചിങ് വേണമെന്നില്ല. ചെറിയൊരാൾക്ക് ചെറിയൊരു സ്കെയിലിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ദിസ് ഈസ് കോൾഡ് അസിമെട്രി. സെക്കൻഡ് വൺ ഹൈപ്പർ റെവല്യൂഷൻ, എൻലെസ് പ്രൊലിഫറേഷൻ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ദ ഇവോൾവ് അറ്റ് എ വെരി ഹൈ സ്പീഡ്. തേർഡ് വൺ ഒംനിയൂസ്, എല്ലായിടത്തും ഉപയോഗമുള്ളതാണ്. ഫോർത്ത് വൺ ഇസ് ദ ഡേഞ്ചറസ് തിങ്, ഓട്ടോണമി ആൻഡ് ബിയോണ്ട്. അപ്പോൾ ഈ 4 ഫീച്ചേഴ്സ് ഉണ്ട്: അസിമെട്രി, ഹൈപ്പർ റെവല്യൂഷൻ, ഒംനിയൂസ് ആൻഡ് ഓട്ടോണമി. ഇതുകൊണ്ടാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ളത്. ഓക്കെ. പിന്നെ ചാപ്റ്റർ 8ൽ എന്തുകൊണ്ട് ഈ പ്രൊലിഫറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിനെക്കുറിച്ച് അൺസ്റ്റോപ്പബിൾ ഇൻസെൻറ്റീവ്സ് എന്നുള്ളതിൽ പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് പേഴ്സണൽ റീസൺസ് കൊണ്ട് അതൊക്കെയാണ് ഇൻസെൻറ്റീവ്സ് ഫോർ ദ പ്രൊലിഫറേഷൻ ഓഫ് ദിസ് വേവ് എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി ചാപ്റ്റർ 9 to 12 പാർട്ട് 3 സ്റ്റേറ്റ്സ് ഓഫ് ഫെയിലിയർ എന്നുള്ളതിനാണ് വരുന്നത്. ഈ ടെക്നോളജിയെ കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ, ഇതിനെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കുള്ള ഏറ്റവും ഇഫക്റ്റീവായ മെക്കാനിസം നാഷൻ സ്റ്റേറ്റ് ആണ്, അല്ലേ? ഈ നാഷൻ സ്റ്റേറ്റിനും ഇതിലൊരു വലിയ റോൾ വഹിക്കാനുണ്ട്. അപ്പോൾ ആ നാഷൻ സ്റ്റേറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവർക്ക് എന്ത് റോളാണ് ഇതിൽ വഹിക്കാൻ കഴിയുക? ഈ AI വേൾഡിൽ, കമ്മിങ് വേവിൻ്റെ കോണ്ടെക്സ്റ്റിൽ നാഷൻ സ്റ്റേറ്റ്സ് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യപ്പെട്ടേക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറയുന്നുണ്ട്. ചാപ്റ്റർ 9 ഗ്രാൻഡ് ബാർഗെയിൻ ആണ് പറയുന്നത്. ഡെമോക്രസി, ലിബറലിസത്തിൻ്റെ ബേസിസ്, പബ്ലിക്കും ഗവേണിംഗ് അതോറിറ്റിയും തമ്മിലുള്ള ഒരു അൺറിട്ടൺ അഗ്രിമെൻറ്റ്, അതിനെയാണ് ഗ്രാൻഡ് ബാർഗെയിൻ എന്നുള്ളതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. പിന്നെ അതിൽ ഓൾറെഡി സിസ്റ്റംസിലുള്ള ഫെയിലിയർ, അതിൽ ഫ്രെയിൽറ്റീസ്. ചാപ്റ്റർ 10 ഫ്രജിലിറ്റി ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഈ ഫ്രെയിൽറ്റീസിനെ എങ്ങനെയാണ് AI കമ്മിങ് വേവ് ആക്സിലറേറ്റ് ചെയ്യുക, ആക്സെൻറ്റുവേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചാപ്റ്റർ 11 ഫ്യൂച്ചർ ഓഫ് നേഷൻസ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു ഡിസ്റ്റോപ്പിയൻ ഓൾ കൺട്രോളിങ് നേഷനായിട്ട് മാറാം, ഇല്ലെങ്കിൽ വാക്കിംഗ് സോംബി ലൈക്ക് ഇൻഎഫിഷ്യൻറ്റ്, ഒരു കൺട്രോൾ ഇല്ലാത്ത നേഷൻസ് ആയിട്ടും ഇത് മാറാം. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് നല്ലതല്ല. വി ഹാവ് ടു സ്ട്രൈക്ക് ദ നാരോ പാത്ത് ഇൻ ബിറ്റ്വീൻ. വി ഡോണ്ട് വാണ്ട് ഡിസ്ട്രോഫിയ ആൻഡ് വി ഡോണ്ട് വാണ്ട് എ ടോട്ടൽ കാറ്റസ്ട്രോഫ്. ഓക്കെ. ഫ്യൂച്ചർ ഓഫ് നേഷൻസ് എന്നൊക്കെ നല്ല ചാപ്റ്ററാണ്, തീർച്ചയായിട്ടും വായിക്കണം. പിന്നെ ചാപ്റ്റർ 12 ദ ഡൈലമ, 2 എക്സ്ട്രീംസിലേക്കും പോവാതെ നമുക്ക് എങ്ങനെ ഈ ടെക്നോളജി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ദ ഡൈലമ എന്നുള്ളതിൽ പറയുന്നത്. ഇത് ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. ഓരോ ചാപ്റ്റേഴ്സും സുന്ദരമായിട്ട് രസകരമായിട്ട് വായിച്ചിരിക്കാവുന്നതാണ്. ഞാൻ ഡയറക്റ്റ്ലി കമ്പ്യൂട്ടർ ഉപയോഗം, AI പോലത്തെ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ഡയറക്റ്റ്ലി ഞങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഞാനിത് ഒരുപാട് പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയായി എനിക്ക് തന്നെ ഇത് ഇത്രയും ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ മേഖലയെക്കുറിച്ച് കുറച്ചുകൂടി അറിയാവുന്ന, ജോലിയുടെ ഭാഗമായിട്ട് ഈ മേഖലയുമായിട്ട് കോൺടാക്റ്റ് ഉള്ളവർക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുകയും കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഇത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഇതൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ വായിച്ചിരിക്കേണ്ടതാണ്. ഇറ്റ്സ് എ മസ്റ്റ് റീഡ് എന്നാണ് ഞാൻ പറയുക. യു ക്യാൻ റീഡ് ഇഫ് യു വിഷ് എന്നുള്ളതല്ല, മസ്റ്റ് റീഡ് തന്നെയാണ് ഞാനിതിൽ പറയുക. ലാസ്റ്റ് ചാപ്റ്റർ പാർട്ട് 4 എന്നുള്ളിടത്ത് ത്രൂ ദ വേവ് എന്നുള്ളതാണ് പറയുന്നത്. ത്രൂ ദ വേവ് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഈ വേവിനെ അതിജീവിച്ച് ഇതിലൂടെ മുന്നോട്ട് നീങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ കണ്ടെയ്ൻമെൻറ്റ് മസ്റ്റ് ബി പോസിബിൾ. ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിലും എന്തുകൊണ്ട് കണ്ടെയ്ൻമെൻറ്റ് വേണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് റെഗുലേഷൻ മാത്രം പോരാ, കണ്ടെയ്ൻമെൻറ്റ് തന്നെയാണ് വേണ്ടത്. എ ന്യൂ ഗ്രാൻഡ് ബാർഗെയിൻ എന്നുള്ളത് എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിൽ 10 സ്റ്റെപ്സ് ടുവേർഡ്സ് കണ്ടെയ്ൻമെൻറ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വേഗ് ഔട്ട്ലൈൻ, വേഗല്ല, ഒരു കഴിയുന്നത്ര ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്ലൈൻ, എങ്ങനെയാണ് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതിന് 10 പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്ന് ടെക്നോളജി സേഫ്റ്റി ആൻഡ് അപ്പോളോ പ്രോഗ്രാം ഫോർ ടെക്നിക്കൽ സേഫ്റ്റി. പിന്നെ ഓഡിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ചോക്ക് പോയിന്റ്സ്, ബൈ ടൈം എന്നുള്ളത്.
പിന്നെ മേക്കേഴ്സ്, ക്രിട്ടിക്സ്, മേക്കേഴ്സിന് എന്ത് റോളാണ് ഇതിൽ വഹിക്കേണ്ടത് എന്നുള്ളതിന്, ബിസിനസ് പ്രോഫിറ്റ് പ്ലസ് പർപ്പസ് ആയിരിക്കണം ബിസിനസ് മോഡൽസ് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വാട്ട്സ് റോൾ ഓഫ് ഗവൺമെന്റ്സ്, വാട്ട്സ് റോൾ ഓഫ് അലയൻസസ്, വാട്ട്സ് റോൾ ഓഫ് എ കൾച്ചർ വിച്ച് അക്സെപ്റ്റ്സ് ഫെയിലിയർ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. വാട്ട്സ് ദ റോൾ ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ്സ് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ദ നാരോ പാത്ത് എന്നുള്ളതിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ 10 രീതികളിൽ എങ്ങനെയാണ് കണ്ടെയ്ൻമെന്റ് നമുക്ക് നടത്താൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചും പറയുന്നുണ്ട്. ലൈഫ് ആഫ്റ്റർ ആന്ത്രപ്പോസി എന്നുള്ള ചെറിയൊരു സെക്ഷനിൽ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അവിടെ സുന്ദരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഫ്യൂച്ചർ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ലുക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബുക്കിൻ്റെ അവസാനത്തെ 2 പാരഗ്രാഫ്സ് ഒന്ന് വേഗം വായിക്കാം. Technology should amplify the best of us, open new pathways for creativity and cooperation, work with the human grain of our lives and most precious relationships. It should make us happier and healthier, the ultimate complement to human endeavor and life well lived, but always on our terms, democratically decided, publicly debated, with benefits widely distributed. Amid the turbulence, we must never lose sight of this, a vision even the most ardent of Luddites could embrace. But before we get there, before we can fulfill the boundless potential of coming technologies, the wave and its central dilemma need containment, need an intensified, unprecedented, all-too-human grip on the entire technosphere. It will require epic determination over decades across the spectrum of human endeavor. This is a monumental challenge whose outcome will, without hyperbole, determine the quality and nature of day-to-day life in this century and beyond. The risks of failure scarcely bear thinking about, but face them we must. The price, though, is awesome, nothing less than the secure long-term flourishing of our precious species. That is worth fighting for. ലാസ്റ്റ് ലൈൻ, ദാറ്റ് ഈസ് വർത്ത് ഫൈറ്റിംഗ് ഫോർ. സുന്ദരമായ എഴുത്താണ്, എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും വായിക്കാൻ ശ്രമിക്കുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്ന പുസ്തകമാണ്. സമയമെടുത്ത് ശ്രദ്ധിച്ച് വായിക്കുക. ഒരുപാട് ഇതിനെക്കുറിച്ച് ഇനിയും പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ 12 മിനിറ്റ് അപ്പം തന്നെ ആയതുകൊണ്ട് ചുരുക്കമാണ്. ഒന്നുകൂടി പറയുന്നു, ഇറ്റ്സ് എ മസ്റ്റ് റീഡ്. ഞാൻ വളരെ എൻജോയ് ചെയ്ത് വായിച്ചൊരു പുസ്തകമാണ്.